വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ പാരായണം അതിൻ്റെ വശ്യത അനുഭവിക്കുന്നത് തജ്വീദ് പാലിക്കുന്നതോടൊപ്പം എന്ന് പറഞ്ഞു. അതോടുകൂടെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ കൃത്യമായും നമുക്ക് അത് ബോധ്യപ്പെടും എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നന്നായി പാരായണം ചെയ്യുന്ന സഹാബി ആയതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തോട് പറയായിരുന്നു ഓതാൻ. അങ്ങനെ ഒരു ദിവസം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനം. അവിടെ എത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു മതി മതി. പ്രവാചകൻ കരഞ്ഞു, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അഥവാ താക്കീതുകളായി പാരായണം ചെയ്യുന്നു, സന്തോഷഭാഗങ്ങൾ സന്തോഷകരമായ രീതിയിൽ പാരായണം ചെയ്യുന്നു, ശിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഭയപ്പാടോടുകൂടെ പാരായണം ചെയ്യുന്നു, പ്രതീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷയോടുകൂടെ പാരായണം ചെയ്യുന്നു. അതുകൊണ്ടാ നമ്മുടെ നാട്ടുകാരൻ മിഷാരി ബിൻ റാഷിദ് അൽ അഫാസിയുടെ ഒക്കെ പാരായണം എനിക്ക് അതുകൊണ്ട് അത് ഏറെ ഇഷ്ടമാണ്. കാരണം എല്ലാ സ്ഥലത്തും ഒരേ ഈണമല്ല, എല്ലാ സ്ഥലത്തും ഒരേ ശബ്ദമല്ല, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്നു. എത്ര ഹൃദ്യമാണ് കൂട്ടരെ! അതാ വിശുദ്ധ ഖുർആനിന്റെ പാരായണം. അർത്ഥം കൂടെ മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ഒരിക്കൽ പറഞ്ഞു, അങ്ങ് നരച്ചു പോയല്ലോ നബിയെ, എന്തേ അങ്ങ് ഇങ്ങനെ നരച്ചു പോകാൻ കാരണം? പ്രവാചകൻ പറഞ്ഞു, വൽ മുർസലാത്തിയും വാഖിഅയും ഹൂദും ഇദശംസുവും അമ്മ സൂറത്തും ആണ് എന്നെ നരപ്പിച്ചത് എന്ന്. സഹാബത്ത് പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും കരയാറുണ്ടായിരുന്നു, മോഹാലസ്യപ്പെടാറുണ്ടായിരുന്നു. ഗസാലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ സൂറത്തു തൂറിലെ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കും കേട്ടോ, അത് തടയാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. ഈ വചനം കേട്ട ഉമർ റളിയല്ലാഹു അൻഹു മോഹാലസ്യപ്പെട്ടു. സമീപത്തുണ്ടായിരുന്നവർ അദ്ദേഹത്തെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന്. വിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടെ പാരായണം ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറയാം, നാവും ബുദ്ധിയും ഹൃദയവും പങ്കുചേരണം. എന്ത് അടിവരയിട്ട് ഓർത്തു വെച്ചോ, വിശുദ്ധ ഖുർആൻ പാരായണ സമയത്ത് നാവും ബുദ്ധിയും ഹൃദയവും സമരസപ്പെട്ടു പോകണം. എന്തേ നാവിന്റെ ധർമ്മം? നേരത്തെ നാം പറഞ്ഞ മഖ്റജ്, സ്ഫുടമായി അക്ഷരം ഉച്ചരിക്കുക എന്നതാണ്. എന്തേ ബുദ്ധിയുടെ ധർമ്മം? ആശയം വിലയിരുത്തലാണ്. എന്തേ ഹൃദയത്തിന്റെ ധർമ്മം? അതിനോട് പ്രതികരിക്കലാണ്, അഥവാ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കലാണ്. ഇങ്ങനെ മൂന്നും നമുക്കുണ്ടാകണം. അത് പാരായണം മാത്രമാകരുത്, അർത്ഥബോധത്തോടുകൂടെ ആയിരിക്കണം. ഞാൻ എൻ്റെ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ പരാതി പറയുന്ന ഒരു വിഷയമുണ്ട് പരലോകത്ത്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റബ്ബേ, എൻ്റെ ഈ സമുദായം വിശുദ്ധ ഖുർആനിനെ ഇതാ വെടിഞ്ഞിരിക്കുന്നു. എന്താ ഈ വെടിയല്? അവർ കേവലം പാട്ടുകളിലേക്ക് മാത്രം പോയി, ഭൗതികമായ കേവലം വിനോദങ്ങളിലേക്ക് മാത്രം പോയി. അവർ വിശുദ്ധ ഖുർആനിന്റെ, അള്ളാന്റെ കലാമല്ലേ കൂട്ടരെ ഖുർആൻ? നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കണം. ചിലരൊക്കെ വിചാരിച്ചു തപ്പിത്തടഞ്ഞോതിയ 2 കൂലിന്ന് ഹദീസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ തപ്പിത്തടഞ്ഞോതട്ടെ, എനിക്ക് 2 കൂലി കിട്ടുമല്ലോ എന്ന്. അതെവിടെയാ പറഞ്ഞതെന്നറിയോ? ഓതാനൊന്നും അറിയില്ല, ഞാൻ ഇനി ഓതണില്ല, എനിക്കിനി പഠിക്കാനും ആകില്ല, ഞാൻ വയസ്സനായിപ്പോയി, ഞാൻ മദ്രസയിലും പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ പരാതിപ്പെടുന്ന ആളുകൾ ഓതാതെ കുത്തിരിക്കണ്ട, പഠിച്ചോളൂ. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റിയാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് 2 കൂലിയുണ്ട്. കാരണം നിങ്ങൾ ഇത് ഓതാൻ പഠിക്കാനിരിക്കുക, 2 കൂലിയുണ്ട് നിങ്ങൾക്ക് എന്നാ. അത് പ്രോത്സാഹന. അല്ലാണ്ട് ഞാനിനി ഒന്നും തെറ്റിക്കുക, എനിക്ക് 1 പടിക്ക് 2 പക്ഷി, അതില്ല. അത് ബുദ്ധിമുട്ടാകുമ്പോഴുള്ള സമാധാന വാക്കാണ്, പ്രതിഫലമുണ്ട്, ശരി തന്നെയാ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അക്ഷരസ്ഫുടതയോടുകൂടെ പാരായണം ചെയ്യുക. എങ്ങനെ? അക്ഷരസ്ഫുടതയോടുകൂടെ പാരായണം ചെയ്യുക, അറബിയിൽ തന്നെ പാരായണം ചെയ്യുക. ഖൈറുക്കും, അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അതിന്റെ പാരായണവും അതിന്റെ അർത്ഥാശയ തലങ്ങളുമൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും ഉത്തമർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ മക്കളെ, ഒപ്പം നമ്മളെയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കണം.
അതിൻ്റെ മഹത്വവും സൗന്ദര്യവും എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായി എപ്പോഴും പറയാനുള്ളത്, ആവർത്തിക്കാനുള്ളത് അക്ഷരം പഠിക്കണം എന്നുള്ളതാണ്. മഹാന്മാർ ഒരുപാട് വിശദീകരിച്ചു. ചില ആളുകളൊക്കെ ഖുർആൻ ഓതുന്നത് കേട്ടാൽ സങ്കടം തോന്നുമെന്ന്, അവർ വെറുതെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്, അവർ നീട്ടേണ്ടാത്ത സ്ഥലങ്ങളിൽ നീട്ടി ഓതുന്നു എന്ന്, അവർ നീട്ടി പാരായണം ചെയ്യേണ്ടടുത്ത് ചുരുക്കിക്കളയുന്നു എന്ന്, അവർ മണിക്കേണ്ടാത്ത ഭാഗത്ത് മണിച്ചോതുന്നു എന്ന്, മണിക്കേണ്ട സ്ഥലങ്ങളിൽ മണിക്കാതെ ഓതുന്നു എന്ന്.